പേപ്പൽ തിരഞ്ഞെടുപ്പ് ലോകത്തിൻ്റെ മുഴുവൻ ശ്രദ്ധ ആകർഷിച്ചിട്ടുള്ള അങ്ങേയറ്റം കൗതുകകരമായ ഒന്നാണ്. ലോകം മുഴുവൻ കണ്ണും കാതും കൂർപ്പിച്ച് ആരായിരിക്കും അടുത്ത പാപ്പ എന്ന് തിരഞ്ഞുകൊണ്ടേയിരിക്കും. ഇനി വത്തിക്കാനിൽ ഈ ദിവസങ്ങളിലൊക്കെ ആളുകൾ തിങ്ങിക്കൂടി നിൽക്കും വാർത്ത കേൾക്കാൻ. ആരാണ് അടുത്ത പാപ്പ? ഇതൊരു ചോദ്യമായിട്ട്, ഉദ്വേഗജനകമായ ചോദ്യമായിട്ട് ഉയർന്നുകൊണ്ടേയിരിക്കും. ഒരു പാപ്പ മരിച്ച് അടുത്ത പാപ്പയെ തിരഞ്ഞെടുക്കുന്ന വരെയുള്ള സമയത്തെ ഇൻ്റർറെഞ്ഞും എന്നാണ് വിളിക്കുക. ഈ സമയത്ത് ലോകത്തുള്ള 80 വയസ്സിന് താഴെയുള്ള എല്ലാ കർദിനാൾമാരും വത്തിക്കാനിൽ എത്തിച്ചേരുന്നു. അവർക്കാണ് പാപ്പയെ തിരഞ്ഞെടുക്കുവാൻ വോട്ടവകാശം ഉള്ളത്. ഇലക്ടറൽ കാർഡിനൽസ് എന്ന് ഇവർ വിളിക്കപ്പെടുന്നു. എല്ലാവരും കൃത്യമായിട്ട് വത്തിക്കാനിൽ എത്തിച്ചേരുന്നു. പിന്നീട് സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ സാഘോഷമായ കുർബാന അർപ്പിക്കുന്നു. അതിനുശേഷം പ്രദക്ഷിണമായി സിസ്റ്റൈൻ ചാപ്പലിലേക്ക് അവർ നീങ്ങുന്നു. സിസ്റ്റൈൻ ചാപ്പൽ നമുക്കെല്ലാവർക്കും ഏറെ അറിയാവുന്ന ചാപ്പലാണ്. കാരണം മൈക്കൽ ആഞ്ചലോയുടെ അതിസുന്ദരമായ ചിത്രങ്ങൾ, ഫ്രെസ്കോസ് ആ പള്ളി നിറയെ ഉണ്ട്. അവിടെ അന്ത്യവിധിയുടെ ചിത്രത്തിന് താഴെ ഇവിടെ എല്ലാവരും ഒരുമിച്ച് കൂടുകയാണ്. ഇനി അവിടേക്ക് കയറുമ്പോൾ തന്നെ ചില നിബന്ധനകളുണ്ട്. അവിടെ നടക്കുന്ന ഒരു കാര്യവും ഒരാളിൽ നിന്നും പുറത്തു പോകാൻ പാടില്ല. അവിടെ നടക്കുന്ന കാര്യങ്ങൾ പുറം ലോകം ആരിലൂടെ അറിയുന്നുവോ അയാൾ സഭാഭ്രഷ്ടനാക്കപ്പെടും, എക്സ്കമ്മ്യൂണിക്കേഷൻ. അതുകൊണ്ട് തന്നെ എല്ലാവരും പ്രതിജ്ഞാബദ്ധരാണ് അവിടെ നടക്കുന്നതൊന്നും പുറത്ത് പറയാതിരിക്കുവാൻ. സിസ്റ്റൈൻ ചാപ്പലിൽ നേരത്തെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഒളി ക്യാമറകളുണ്ടോ എന്നൊക്കെ പരിശോധിച്ചിട്ടുണ്ടാകും. മൊബൈലോ മറ്റു യാതൊരുവിധ സൗകര്യങ്ങളും അവിടെ ഇല്ല, വൈഫൈ ഇല്ല. അവിടെ പരസ്പരം സംസാരിക്കുന്നതിന് തന്നെ വലിയ ലിമിറ്റ്സ് ഉണ്ട്. അവർ കർദിനാൾമാർ സംസാരിക്കുന്നതിനുള്ള ഒരു ടേം മർമറാസിയോ എന്നാണ്. അതായത് വളരെ ശബ്ദം കുറച്ച് ദീർഘമല്ലാത്ത ചെറിയ ചെറിയ ടോക്കുകൾ മാത്രമേ അവിടെ നടത്താവൂ. വലിയ ചർച്ചകൾക്കും കോലാഹലങ്ങൾക്കും വാഗ്വാദങ്ങൾക്കൊന്നും അവസരമില്ല, ഇടമില്ല. ഇനി എല്ലാവരും സിസ്റ്റൈൻ ചാപ്പലിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ ചുമതലപ്പെട്ട കർദിനാൾ വാതിൽ കൊട്ടിയടക്കുന്ന ഒരു ചടങ്ങുണ്ട്. വാതിൽ കെട്ടിയടക്കുന്നതിന് മുമ്പ് അതേ ഒച്ചത്തിൽ വിളിച്ചു പറയും, എക്സ്ട്രാ ഓംനസ്, എല്ലാവരും പുറത്തു പോവുക. അതായത് ഔട്ട്സൈഡേഴ്സ് എല്ലാവരും പുറത്തോട്ട് പോവുക. അതിനുശേഷമാണ് പിന്നെ ഈ വോട്ടെടുപ്പ് പ്രക്രിയയൊക്കെ ആരംഭിക്കുക. 3 കർദിനാൾമാരെ ഈ ഒരു പ്രക്രിയയ്ക്ക് വേണ്ടി പ്രത്യേകമായി നിയോഗിച്ചിട്ടുണ്ടാവും. എല്ലാവർക്കും വോട്ട് ചെയ്യാൻ വേണ്ടി ബാലറ്റ് പേപ്പർ നൽകുന്നു. എലിജിയോ ഇൻ സുമോൻ പൊന്തിഫിച്ചയം എന്ന് എഴുതിയിട്ട് ഞാൻ ഇന്നയാളെ സുപ്രീം പൊന്തിഫായിട്ട് തിരഞ്ഞെടുക്കുന്നു എന്ന് എഴുതിയിട്ട് ആ എഴുതിയിരിക്കുന്ന ബാലറ്റ് പേപ്പറിൽ പേര് അവർ എഴുതണം. എന്നിട്ട് 2ആയിട്ട് മടക്കി സീനിയോറിറ്റി ക്രമത്തിൽ കർദിനാൾമാർ മുന്നിലേക്ക് വന്ന് അവിടെ വച്ചിരിക്കുന്ന ചെറു പാത്രത്തിൽ ഇവയൊക്കെ നിക്ഷേപിക്കുന്നു. പിന്നെയാണ് ഇത് ഓരോന്നെടുത്ത് ഉച്ചത്തിൽ വായിച്ച് റെക്കോർഡ് ചെയ്ത് അങ്ങനെ ഒരു ദിവസം 4 പ്രാവശ്യം വോട്ടെടുപ്പ് കർമ്മമുണ്ട്. രാവിലെ 2, ഉച്ചയ്ക്ക് 2. ആദ്യത്തെ ഒരൊറ്റ ദിവസം തന്നെ വോട്ടെടുപ്പ് കർമ്മം പൂർത്തിയാക്കിയാണെങ്കിൽ പിന്നീട് വോട്ടെടുപ്പ് കർമ്മം നടത്തപ്പെടേണ്ടതില്ല. 20-ാം നൂറ്റാണ്ടിൽ ഏറ്റവും ചെറിയ ദൈർഘ്യം 12-ാം പീസ് പാപ്പയെ തിരഞ്ഞെടുക്കുന്ന ആ ഒരു വോട്ടെടുപ്പ് കർമ്മത്തിലായിരുന്നു. ഒരൊറ്റ ദിവസം. ചരിത്രത്തിലെ ഏറ്റവും ദീർഘമായ
വോട്ടെടുപ്പ് കർമ്മം 1268 കാലഘട്ടത്തിലാണ് ഗ്രിഗറി 10 പാപ്പയെ തിരഞ്ഞെടുക്കുവാൻ വേണ്ടിയുള്ള ആ വോട്ടെടുപ്പ് കർമ്മം മൂന്ന് വർഷം നീണ്ടു നിന്നു. 3 വർഷക്കാലത്തിനിടയിൽ പോലും ഒരു പോപ്പിനെ തിരഞ്ഞെടുക്കാതായപ്പോൾ ആളുകളൊക്കെ അക്ഷമരായി, അക്രമാസക്തരായി ചിലരൊക്കെ. അങ്ങനെ 3 വർഷത്തിന് ശേഷം പോപ്പിനെ തിരഞ്ഞെടുത്തു, ഗ്രിഗറി 10. അദ്ദേഹം അന്ന് ഒരു ഡിക്ലറേഷൻ നടത്തി, ഇനി ഇത്രയും കാലമൊന്നും ദീർഘിപ്പിക്കുന്നതായിരിക്കില്ല പാപ്പാബലിമാരിൽ നിന്നും പാപ്പയെ തിരഞ്ഞെടുക്കുന്ന പ്രോസസ്സ്. അങ്ങനെ ഈ കോൺക്ലേവ് എന്ന പദത്തിൻ്റെ തന്നെ അർത്ഥം അങ്ങനെയാണ്. ക്ലാവീസ് എന്ന് പറഞ്ഞാൽ കീ എന്നർത്ഥം. അപ്പോൾ ഹോൾഡിംഗ് ദ കീ എന്നർത്ഥത്തിൽ, അതായത് താഴിട്ട് പൂട്ടി കർദിനാൾമാർ ഈ ഒരു ഒറ്റ കാര്യത്തിന് വേണ്ടി മാത്രം ഒരുക്കി നിർത്തിയിട്ട് പാപ്പയെ തിരഞ്ഞെടുക്കണം, വേറെ ഒന്നും ഇതിനിടയിൽ നടന്നുകൂടാം. അപ്പോൾ കോൺക്ലേവ് എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ അങ്ങനെയായി മാറി. ഇനി പാപ്പയെ തിരഞ്ഞെടുക്കുന്ന ഘട്ടം ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഏതെങ്കിലും ഒരാളുടെ പേര് മുന്നിൽ വരുമല്ലോ. അപ്പോൾ ചരിത്രത്തിൽ ഇങ്ങനെ ഒരാളുടെ പേര് മുന്നിലേക്ക് വരുന്ന കാണുമ്പോൾ ആ ആൾക്ക് അത് താങ്ങാനാവില്ല എന്നൊരു ബോധ്യം വരുമ്പോൾ എൻ്റെ പേര് ഇതിൽ നിന്ന് മാറ്റണമെന്ന് അഭ്യർത്ഥിച്ച ഘട്ടങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷെ സാധാരണഗതിയിൽ ആരും അതിന് നോ പറയാറില്ല. ഇനി ഒരാളുടെ പേര് തിരഞ്ഞെടുത്ത് കഴിയുമ്പോൾ വളരെ മുഴങ്ങുന്ന സ്വരത്തിൽ അദ്ദേഹത്തോട് ചോദിക്കും, സുപ്രീം പൊന്തിഫൈ ആ സ്ഥാനം ഏറ്റെടുക്കുവാൻ താങ്കൾ തയ്യാറാണോ? അപ്പോൾ മറുപടി അച്ചെപ്തോ, ഞാൻ തയ്യാറാണ്. നോൺ അപ്ചെപ്തോ എന്ന് പറയാൻ വേണമെങ്കിൽ സാധിക്കും, പക്ഷെ ആരും അങ്ങനെ പറയാറില്ല. അച്ചെപ്തോ, ഞാൻ സ്വീകരിക്കുന്നു. അങ്ങനെയാണ് മറുപടി പറയുക. അതിനുശേഷം അദ്ദേഹത്തെ അടുത്ത റൂമിലേക്ക് കൊണ്ടുപോകും. ദ റൂം ഓഫ് ടീയേഴ്സ് എന്നാണ് അറിയപ്പെടുക, കണ്ണീരിൻ്റെ മുറി. എന്തുകൊണ്ടാണ് അതിനെ കണ്ണീരിൻ്റെ മുറി എന്ന് പറയുന്നത്? അതായത് ചിലപ്പോൾ സന്തോഷക്കണ്ണീരാകാം, ചിലപ്പോൾ വരാനിരിക്കുന്ന ഭാരിച്ച ഭാരത്തിൻ്റെ ഉത്തരവാദിത്വത്തിൻ്റെ ഓർമ്മകൾ ഒരാളെ വല്ലാതെ അസ്വസ്ഥരാക്കിയെന്നും വരാം. ഇപ്പോൾ ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ടാണ് അയാളിന് മുന്നോട്ട് പോവുക. അപ്പോൾ ദൈവത്തിൻ്റെ കൈപിടിച്ച് നടത്തപ്പെടേണ്ട ഒരു തരത്തിലുള്ള കുരിശ് യാത്രയാണത്. ആ ചിന്തയിൽ അയാൾ വിങ്ങിപ്പെട്ടി കരഞ്ഞു പോയേക്കാം. അതുകൊണ്ടാണ് കണ്ണീരിൻ്റെ മുറി എന്നീ മുറി അറിയപ്പെടുക. അവിടെ ഗമറല്ലി വത്തിക്കാൻ്റെ ഔദ്യോഗിക ടൈലറിങ് ആളുകളാണ്. അവർ 3 സൈസിലുള്ള വസ്ത്രങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടാവും, മീഡിയം, ലാർജ്, ഷോർട്ട്. അതിൽ നിന്ന് ഈ വ്യക്തിക്ക് അനുയോജ്യമായ വസ്ത്രം ധരിക്കാം. ധരിച്ചതിന് ശേഷം പിന്നീട് കർദിനാൾമാരുടെ അകമ്പടിയോടുകൂടി അദ്ദേഹം സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ സ്ക്വയറിലേക്ക് എത്തിച്ചേരുന്നു. വളരെ വിഖ്യാതമായ പ്രഖ്യാപനം, ഹബിമൂസ് പാപ്പാം, നമുക്കൊരു പാപ്പയെ ലഭിച്ചിരിക്കുന്നു. ഇതിന് തൊട്ടും മുമ്പായിട്ട് മറ്റൊരു രസകരമായ കാര്യം കൂടിയുണ്ട്. ആളുകളിന് കാത്തിരിക്കുകയാണല്ലോ. കാത്തിരിക്കുമ്പോൾ പോപ്പിനെ തിരഞ്ഞെടുത്തെന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ഈ ബാലറ്റ് പേപ്പറുകളെല്ലാം കത്തിച്ച് വൈറ്റ് സ്മോക്ക്, പുക പുറത്തേക്ക് വിടും, പ്രത്യേക ചിമ്മിണിയിലൂടെ. ആ വൈറ്റ് നിറത്തിന് വേണ്ടി ചില കെമിക്കൽസൊക്കെയാണ് ആഡ് ചെയ്യുക. ഇനി പല ഇലക്ഷൻസ് നടന്നിട്ടും പാപ്പ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ബാലറ്റുകൾ കൂട്ടി കത്തിച്ച് ബ്ലാക്ക് സ്മോക്ക് പുറത്തുവിടും. കറുത്ത പുക ഒന്നും സംഭവിച്ചിട്ടില്ല എന്നതിൻ്റെ സൂചകമാണ്. അപ്പോൾ പുറത്ത് കാത്തിരിക്കുന്ന മനുഷ്യർ കറുത്ത പുക കണ്ട് വല്ലാതെ സങ്കടപ്പെടും, പിന്നെയും പ്രതീക്ഷയോടെ കാത്തിരിക്കും. അവസാനം വൈറ്റ് പുക കാണുമ്പോൾ എല്ലാവരും കൂട്ടത്തോടെ കൈയടിച്ച്
ഹല്ലേലൂയ ഗീതങ്ങളൊക്കെ മുഴക്കും. ആ സമയത്ത് എല്ലാ മണികളും മുഴങ്ങാൻ തുടങ്ങും. മണിനാഥവും ഈ വെളുത്ത പുകയും ആളുകളുടെ ആർപ്പ് ആരവങ്ങളും എല്ലാം കൂടി കൂടിക്കലർന്ന ഒരു അന്തരീക്ഷത്തിലാണ് ഈ പോപ്പ് ബാൽക്കണിയിൽ പ്രത്യക്ഷപ്പെടുക. പിന്നീട് ഉർബി എത്ത് ഉർബി എന്ന് പറയുന്ന ഒരു ആശീർവാദമാണ്. ലോകത്തിന് മുഴുവൻ പുതിയ പാപ്പ ആശീർവാദം നൽകുകയാണ്. ഇനി ഒരു പുതിയ യുഗത്തിൻ്റെ പിറവിയായി, പുതു യാത്രയുടെ തുടക്കമായി ലോകമിനി കണ്ണു തുറന്ന് കാതുകൂർപ്പിച്ച് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും ഈ പുതിയ പാപ്പ എങ്ങനെയാണ് കർത്താവിൻ്റെ സഭയെ നയിക്കുക. എങ്ങനെ കൗതുകവും സ്നേഹവും സന്തോഷവും എല്ലാം നിറച്ചു വെച്ച ഹൃദയത്തോടു കൂടി ആളുകൾ നല്ല ഇടയൻ്റെ വഴിയെ വീണ്ടും നടക്കാൻ തുടങ്ങും. നമുക്കും സന്തോഷത്തോടെ നല്ല ഇടയൻ്റെ വഴിയിൽ നല്ല ഹൃദയത്തോടെ മുന്നേറാം. നല്ല യാത്ര നേരുന്നു.